അപ്പോൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത കണ്ട ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ്? അതായത് ഈ പാമ്പ് പിടുത്തക്കാരെ പാമ്പിനെ പിടിക്കുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടവരുണ്ടാവും. അത്തരത്തിൽ ഒരു പെരുമ്പാമ്പിനെ വളരെ സിമ്പിളായി പിടിക്കുന്ന ഒരു പെൺപുലിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ആരാണത്? അത് സസ്പെൻസ് ആണ്. ആദ്യം വിഷ്വൽ ഒന്ന് കാണാം. വീഡിയോ വെളിയാക്ക പൈസ കൂടെ കൊടുക്കും. അല്ല അങ്ങോട്ട് പോയി ഇപ്പൊ ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടിപൊളി അല്ലേ? വളരെ ചിരിച്ചുകൊണ്ടാണ് പാമ്പിനെയൊക്കെ പിടിച്ച് കൂട്ടിലാക്കി കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പൊ ഇത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇതിനടക്കം ഇതിനു മുമ്പും ഇത്തരം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, ഇതേ ആളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വൈകാതെ നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോവുകയാണ്. ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ റോഷ്നി GS ആണ് ഈ ധൈര്യശാലി എന്ന് പറയാം. ജോലിയുടെ ഭാഗമായിട്ട് ചെയ്താണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. ഹായ് മാഡം. ഹായ് ഹായ് റോഷ്നി മാഡം, ഗുഡ് ഈവനിങ്. റോഷ്നി മാഡം, ഈ നമ്മൾ ഇതുപോലുള്ള ദൃശ്യങ്ങള്, റോഷ്നി മാം ഇതുപോലെ തന്നെ പാമ്പിനെ പിടിക്കുന്ന പല ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പെരുമ്പാമ്പിനെ പിടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണോ പെരുമ്പാമ്പിനെ പിടിക്കുന്നത്? എന്റെ 73ാമത്തെ പെരുമ്പാമ്പാണ്. അതെ, അത് മാഡം എന്താ അറിയോ, ഇന്നിപ്പോ വൈറലായി അല്ലെങ്കിൽ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വൈറലായി ഈ വീഡിയോയില് നമ്മൾ കണ്ടത് ഒരു ചെറു പുഞ്ചിരിയോടെയാണ് പാമ്പിനെയൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രയും സിമ്പിൾ ആണോ പരിപാടി? സിമ്പിൾ അല്ല അങ്ങനെ നമുക്ക്, പക്ഷെ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ അവർക്ക് നമുക്കൊരു ഫീൽ എന്താണ്, നമ്മൾ പേടിച്ചു തന്നെന്ന് അതിനെ എടുക്കുവാണെങ്കിൽ അത് അവരുടെ ഒരു കോൺഫിഡൻസിനും കൂടി ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ 73ാമത്തെ പെരുമ്പാമ്പാണ് ഞാൻ ഇന്ന് രാവിലെ എടുത്ത പെരുമ്പാമ്പ്. അപ്പോ ഇപ്പൊ എനിക്ക് എന്തുവാണ്, ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ശരിക്കും. ഇപ്പൊ പാമ്പുകൾ എങ്ങനെയാകും റിയാക്ട് ചെയ്യാന്നൊക്കെ ചിലപ്പം നന്നായി മനസ്സിലായിട്ടുണ്ട്. കാരണം 73ാമത്തെ പെരുമ്പാമ്പ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ നമ്പർ അല്ലല്ലോ. അത് ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പിടിച്ച പാമ്പ്, ഏറ്റവും ആദ്യം ഇതുപോലെ കൊട്ടയിലാക്കി കൊണ്ടുപോയ പാമ്പും ഇപ്പോൾ ഒടുവിൽ ഏറ്റവും പിടിച്ച, അങ്ങനെ ആ ഒരു രണ്ട് മൊമെന്റ് ഒന്ന് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നു? അതെ, ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു കോഴിക്കോട്ടിലെ കോഴിയെ വിഴുങ്ങിയിട്ടിരുന്ന ഒരു പാമ്പിനെയാണ്. അതാണ് എന്റെ ആദ്യത്തെ പൈത്തൺ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതെ ഇന്നാണ് ഞാൻ ഇത് ലാസ്റ്റ് ഇപ്പൊ 73ാമത്തേതാണ് ഇന്ന് രാവിലെ എടുക്കുന്നത്. ഞാൻ ഒരു ദിവസം തന്നെ 3 വരെ എടുത്ത ദിവസങ്ങളുണ്ട്. 3 പെരുമ്പാമ്പിനെ ഒറ്റ ദിവസം റെസ്ക്യൂ ചെയ്ത ദിവസങ്ങളുണ്ട്. ഓഹോ. മറ്റൊന്ന് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ, ഒരു സാധാരണ ഡ്രസ്സിൽ, ഇന്നിപ്പോൾ എനിക്ക് തോന്നിയത് യൂണിഫോമിലാണ് ഇന്നത്തെ ഈ പാമ്പിനെ പിടിച്ച്. എനിക്ക് അതിന് മുമ്പ് ഒരു ചുരിദാറൊക്കെ ഇട്ട് വന്ന് വളരെ കൂളായിട്ട് പാമ്പിനെ പിടിച്ച് പോകുന്നൊരു വീഡിയോയും ഇതുപോലെ വൈറലാണ്. അതെന്തായിരുന്നു സംഭവം? അത് ശരിക്കും ഞാനന്ന് ലീവിലായിരുന്നു. അപ്പോ ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്ത് പോയതായിരുന്നു. അപ്പൊ ഇങ്ങനെ കോള് വന്നു, ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു പാമ്പ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് വിളിച്ചതാണ്. അപ്പോ മീൻസ് ഞാൻ എവിടെ പോയാലും എന്റെ കയ്യിൽ ടൂൾസ് ഉണ്ടാവും, ഉറപ്പായിട്ടും എന്റെ കാറിന്റെ ഡിക്കിയിൽ സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ വിളിച്ചു, അപ്പോഴെ തന്നെ പോയി. പിന്നെ വന്നിട്ട് യൂണിഫോമോ അല്ലെങ്കിൽ നമ്മുടെ ജീൻസും ഷർട്ടോ ഒന്നും ഇടാനുള്ള സമയം പാമ്പ് അവിടെ ഇരിക്കണം എന്നില്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, കൂടെ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയതാണ്. പിന്നെ പൈത്തൺ എന്ന് പറയുമ്പോൾ നോൺ വെനമസ് ആണ്, വിഷമില്ല. പക്ഷെ കായിക ബലം കുറച്ച് കൂടുതലാണ്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതിലും വലിയ ഭാരമുള്ള പാമ്പുകളുണ്ട്. ഞാൻ 45-50 കിലോയോളം വെയിറ്റ് ഉള്ള പാമ്പിനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെ, പോകുമ്പോ ഒറ്റയ്ക്കാണല്ലോ മിക്കവാറും പോകാറുള്ളത്. അപ്പം ഇത്തരം ഈ പാമ്പിനെ പിടിക്കുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ കൂടാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ?
ബുദ്ധിമുട്ടൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ആൾക്കാർ നമ്മളിപ്പോ ഒരു ലേഡി ആയതുകൊണ്ട് നല്ല സഹകരണം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അവരുടെ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷെ ഒരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതാണ് ഇതുപോലെ വേറെ ആൾക്കാരുണ്ടോ ഇതുപോലെ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ലേഡീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പാമ്പിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ ഒത്തിരി പേർക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മുടെ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പൊ ഒത്തിരി പേര് ഇപ്പൊ വരുന്ന പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വരണം എന്നാണ് എന്റെ അഭിപ്രായം. ഇതിന്റെ ഒരു ചലഞ്ച് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കും ഒന്നും പറ്റാൻ പാടില്ല, നമ്മൾ പിടിക്കുന്ന പാമ്പിനൊന്നും പറ്റരുത്. അങ്ങനെ രണ്ട് ഒരു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ സുരക്ഷയുണ്ട്, പാമ്പിന്റെ സുരക്ഷയുണ്ട്, കൂടി നിൽക്കുന്നവരുടെ പാമ്പ് കടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതുവരെ ഇല്ല. എത്ര പാമ്പുകളെ ആകെ മൊത്തം പിടിച്ചിട്ടുണ്ടാവും? മൊത്തം 400ഓളം പാമ്പിനെ എടുത്തിട്ടുണ്ട്. 400ഓളം. അപ്പം സേഫ് ആയിട്ട് തന്നെ തുടരുക. ഇതുപോലെ വളരെ കൂളായിട്ട് ആ ജോലി ആസ്വദിക്കുന്നുണ്ട് അതിനൊരു എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ റോഷ്നി മേഡം, ഇപ്പം മഴക്കാലമാണ്, കൂടുതൽ ഇങ്ങനത്തെ ഇഴജന്തുക്കളെയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം കണ്ടു കഴിയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് അതിനെ തല്ലിക്കൊല്ലാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ എപ്പോഴും ഫോറസ്റ്റുകാരെ വിളിക്കണം എന്നൊന്നുമില്ല, കാരണം ഏത് പ്രദേശത്തും ഇപ്പോൾ പാമ്പിനെ കാണാമല്ലോ. അപ്പം അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ പെട്ടെന്നൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാമോ? യെസ്. ഇപ്പോ ശരിക്കും മഴ ആയതുകൊണ്ട് ഒത്തിരി പാമ്പുകൾ, പെരുമ്പാമ്പ് ഒത്തിരി പുറത്ത് വരുന്നുണ്ട്. ഈ എന്തുവാണ് ആറ്റിൽ കൂടിയൊക്കെ ഒഴുകിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ശരിക്കും അതിനാവശ്യം ഫുഡും അതിന് കിടക്കാൻ ഒരു ഷെൽട്ടറുമാണ് ആവശ്യം. ഇത് രണ്ടും നമ്മുടെ നാട്ടിൻപുറത്ത് വളരെ സുലഭമാണ്. ഫുഡ് നല്ലോണം കിട്ടുന്നുണ്ട്, പറമ്പുകളൊക്കെ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പൊ അതിന് കിടക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. വനത്തിൽ കിടക്കുന്നതിനേക്കാൾ സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യം ശരിക്കും നാട്ടിൻപുറത്തും ഉണ്ട്. കോഴിയൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്. കാട്ടുപന്നിയൊക്കെ നാട്ടിൻപുറത്ത് ഒത്തിരി ഉണ്ട്. ഇത് കാട്ടുപന്നി എന്ന് പറയുന്നതൊക്കെ പെരുമ്പാമ്പിന്റെ പ്രയാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും പാമ്പുകൾ നമ്മൾ വനത്തിൽ കൊണ്ടുവിടുന്നത് പോലും പലപ്പോഴും തിരിച്ചു വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇത്രത്തോളം നാട്ടിൻപുറത്തുനിന്ന് പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒത്തിരി പാമ്പിനെ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക, വീടിന് ചുറ്റും ഒന്ന് ഭംഗിയാക്കി ഇടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഇത് മാത്രമല്ല, പൈത്തൺ മാത്രമല്ല വിഷമുള്ളത്. പൈത്തണാണെങ്കിൽ നമുക്ക് വിഷം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കോഴിക്കോ പൂച്ചയ്ക്കോ പട്ടിക്കോ ആപത്തുണ്ടാവാന്നേ ഉള്ളൂ. പക്ഷെ മനുഷ്യർക്ക് ഉപദ്രവം വരുന്നത് വിഷമുള്ള പാമ്പുകളാണ്. അപ്പൊ അതായാലും ഇതുപോലെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാക്സിമം നമ്മുടെ വീടിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് വൃത്തിയാക്കി ഇടണം. അത് ഉറപ്പായിട്ടും ചെയ്യണം. ശരി, അപ്പോ വളരെയധികം നന്ദി ഈ സമയത്ത് നമ്മുടെ ഒപ്പം ചേർന്നതിന്. ഇനിയും ജോലി തുടരുക, വളരെ കൂളായി എൻജോയ് ചെയ്ത് ജോലി ചെയ്യുക, സേഫ് ആയിട്ടിരിക്കുക എന്ന് പറയാണ്. താങ്ക് യു റോഷ്നി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ അതാണ് പറയാനുള്ള, മഴക്കാലമാണ്, എന്തുകൊണ്ടും പറമ്പും വീടിന്റെ പരിസരമൊക്കെ അതെ, നന്നായി വൃത്തിയാക്കി നമ്മുടെ പ്രേക്ഷക ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഓടി ഒഴുകി പുല്ല് പോലും മുളക്കിലായിരുന്നു. കാരണം പെരുമ്പാമ്പൊന്നും വേണ്ട, ഒരു ഓലപ്പാമ്പ് മതി എന്നാണ് റീന സതീശൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും പേടിയുള്ള സമയത്താണ്, ആ സ്ഥലത്താണ് ഒരു എന്താ പറയാ, ഒരു വനിത അങ്ങ് വന്ന് ധൈര്യശാലിയായിട്ട് വലിയ പെരുമ്പാമ്പിനെ 50 കിലോ അടക്കമുള്ള പാമ്പിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. യെസ്.